കിടുവിന്റെ കാര്യം പറഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ വെളിയോട് വിളിയാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ട്. ഇതിൽ ആഗ്രഹം എന്ന് പറയാം, എല്ലാ മക്കളുമാരും വരണം, പിന്നെ നിങ്ങൾ എന്നെ സഹായിക്കണം. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത ഒരൊറ്റ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഞാൻ ഭഗത്തിലൂടെ സാധിച്ചു. എൻ്റെ കൊച്ചുമോൻ ഭഗത്ത് എന്ന് പേരിട്ടപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? രാജ്ഗുരു, സുഖദേവ്, ഭഗത് സിംഗ്, ഇവർ 3 പേരും നമ്മുടെ വാഗ അതിർത്തിയിൽ നിന്ന് 16 കിലോമീറ്റർ അപ്പുറത്തെവിടെയോ ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ഒരു ഗ്രാമത്തിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വാഗ അതിർത്തി വരെ പോയ അന്ന് എനിക്ക് 19 വയസ്സേ ഉള്ളൂ. എനിക്ക് അന്ന് അത്രയും അറിവില്ലായിരുന്നു, ഇതിനപ്പുറമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ നിസ്സാര പൈസ, ഒരു 10-100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവിടെ വരെ കടക്കാമായിരുന്നു. ഇനിയും ജീവിതത്തിൽ ഒരിക്കലും ഈ രാഷ്ട്രീയ നയതന്ത്ര ബന്ധങ്ങൾ കാരണം എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. ആരേലും എന്നെ ഒന്ന് സഹായിക്കുമോ? എനിക്ക് അവരുടെ സമാധിയിൽ നിന്ന് പോകണം, എൻ്റെ ഭഗത്തിനെയും കൊണ്ട്. ജില്ലയിൽ സാരമൊന്നും ഇല്ലെന്നേ, ഇവിടെ ഭഗത്തുണ്ടെന്നേ. അവനോട് ഞങ്ങളിവിടെ കിടുവെന്നും സുഞ്ചപ്പനെന്നും അവനെ വേറെ ഒത്തിരി പേര് വിളിക്കും. പക്ഷെ അവനോട് ആരെങ്കിലും പേര് ചോദിച്ചാൽ അവൻ ഭഗത്തെന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതലൊന്നും ദേശഭക്തി വേണ്ടെന്നേ. എൻ്റെ കുഞ്ഞ് ശരിക്കും എവിടെ ഇരുന്നാലും, ഞാനിത് കഴിഞ്ഞ വീഡിയോ തമാശയ്ക്ക് പറഞ്ഞു, സുലോനെ കെട്ടിയതും കുഞ്ഞിനെ ദേശീയഗാനം പഠിപ്പിച്ചതാണെന്ന് എന്തിലും വ്യക്തിഗത. ഇനി ഞാൻ അവനെ പഠിപ്പിക്കും. സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ അതവനറിയാം. എപ്പോഴേലും മൂട് തോന്നുമ്പോഴേ എൻ്റെ അടുത്ത് പാടത്തുള്ളൂ. നിങ്ങൾ സ്വർഗ്ഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒറ്റ സ്വപ്നം, എനിക്ക് വേറെ എങ്ങും പോകണ്ട, വേറൊരു എന്താ പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോ ഒന്നും പോകണ്ട. എനിക്ക് ആ സമാധി സ്ഥലം ഒന്ന് കാണണം. അത് ഒരു പക്ഷേ എന്നോടൊപ്പം വിട്ടുപോകുന്നതായിരിക്കും. എന്നാലും ഇനി എൻ്റെ വീട്ടിൽ ഏതെങ്കിലും കൊച്ചുമക്കൾ വന്നാൽ അത് രാജ്ഗുരു സുഖദേവുമായിരിക്കും. ഇനി കൊച്ചു മോളാകുന്നത് രാജ്ഗുരുന്നോ സുഖദേവീന്നോ വിളിക്കും. അത് നിർബന്ധം. അതൊരു കൊതിയാണ്, ഒരു വല്ലാത്ത ആവേശമാണ്, വല്ലാത്തൊരു വികാരമാണ്. എങ്ങനെയൊക്കെ ഇവിടെയൊക്കെ പഠിച്ചു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജാലിയൻ വാലാബാഗ് സംഭവത്തെ പറ്റി ക്ലാസ് ടീച്ചർ പഠിപ്പിച്ചു. ഒരുപാട് കണ്ണ് നിറഞ്ഞു. അന്ന് ആഗ്രഹിച്ചായിരുന്നു. ഞാൻ പഞ്ചാബ് ജലന്ധറിൽ എത്തുന്ന ഒരു ഫെബ്രുവരി 2-ാം തീയതി, എനിക്ക് തോന്നുന്നു 82-83 ഫെബ്രുവരി 2-ന്. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി ജാലിയൻ വാലാബാഗ്. ഏത് സൈക്കിൾ റിക്ഷക്കാരോട് ചോദിച്ചാലും ജാലിയൻ വാലാബാഗ് അവർക്കറിയില്ല. അവർക്ക് ജാലിയൻ വാലാബാഗാണ്. അവിടെ 120 ശവങ്ങൾ എടുത്ത ആ കിണറും മറ്റേ കിണറിൻ്റെ പേര് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന അറിയാമെന്നും പറയുന്നില്ല. അവൻ വെടിവെച്ചിട്ട് ഓരോ മനുഷ്യനും വീണ ഓരോ വെടിവെച്ചയുടെയും പാടുള്ള വാഷർ ടൈപ്പിൽ സാധനം ഫിറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ജാലിയൻ വാലാബാഗ് കണ്ടു, ശാന്തിനികേതൻ കണ്ടു. ശാന്തിനികേതൻ ബംഗാളിലാണ് കേട്ടോ. അങ്ങനെ ആഗ്രഹിച്ച സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ ഇവരുടെ സമാധി സ്ഥലം മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ പറയുക, നമ്മുടെ പിന്നെ ശാന്തിവനം, നെഹ്റുജി ഉറങ്ങുന്നതും കണ്ടു, വീർഭൂമി കണ്ടു, പിന്നെ ഗാന്ധിജിയുടെ സമാധി സ്ഥലം അത് കണ്ടു. അങ്ങനെ ഡൽഹിയിൽ അങ്ങനെ എല്ലാ സംഭവവും കണ്ടു. ഇനിയൊരു കൊതി ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മനസ്സിലൊരാഗ്രഹമുണ്ട്, ഞാനും അച്ഛനും അമ്മയും എൻ്റെ സഹോദരി എല്ലാം കൂടെ കറങ്ങിയ ആ കുഞ്ഞു വീതികളിലൂടെയൊക്കെ. ആ ക്വാർട്ടേഴ്സൊക്കെ ഇപ്പോൾ 40 വർഷമായില്ല. അതിൻ്റെയൊക്കെ പ്രായപരിധി കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ ഇടിച്ച് പൊളിച്ച് കാണും. അവിടെയൊക്കെ ഇപ്പോൾ വലിയ ടൗൺഷിപ്പായിരിക്കും. എങ്കിലും എൻ്റെ മനസ്സിൽ ഊഹമുള്ള ആ സ്ഥലങ്ങളിലൂടെയൊക്കെ അച്ഛൻ എന്നെ കൊണ്ടുപോയി ആ ജോലി സ്ഥലങ്ങളിലൂടെയൊക്കെ ഒന്ന് കറങ്ങണം. അങ്ങനെ എപ്പോഴും സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ സ്വർഗ്ഗകുമാരികളല്ലോ സ്വപ്നങ്ങൾ. സ്വാമി ദക്ഷിണാമൂർത്തി യേശുദാസിൻ്റെ അടുത്ത് പാടിയപ്പോൾ അങ്ങനെ പാടുന്ന ഒരു സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടിയതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അറിയാത്ത ഒരു താളവും ഇല്ല, ഒരു റീതും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇതൊന്നും അറിയാതെ എൻ്റെ കിടക്കും എങ്ങനെ ഇതൊക്കെ പറ്റുന്നു എന്നുള്ളതാണ്. എന്തായാലും ജീവിതത്തിലൊരു വിഷയമുള്ളൂ. എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച അവനെ മൈലപ്ര, പത്തനംതിട്ട ജില്ലയിലെ ഒരു കുഞ്ഞു പ്രദേശമാണ്. പണ്ടിവിടെ വെക്കേഷൻ സ്കൗട്ട് ക്യാമ്പിന് അതിന് നേരെ ഏത് സ്കൂളിൽ 7 ദിവസം സ്കൗട്ടിൻ്റെ ക്യാമ്പിനുണ്ടായിരുന്നു. അങ്ങനെ മൈലപ്രയായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ നിങ്ങളൊക്കെ എന്താ ഇത്രയും നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? എന്നെ ഒന്ന് കാണാൻ നിങ്ങളെന്താ? ഞാൻ ഒന്നും അല്ലെന്ന്. നിങ്ങളൊക്കെ വന്നാൽ ഇവിടെ ഒരു കൈലി കൊടുത്ത് പിന്നെ ഗാന്ധിജി നടക്കുന്ന പോലെ അർത്ഥനഗ്നായ ഫക്കീറിനെ പോലെ അതെൻ്റെ വന്ന കിച്ചുവിൻ്റെ ഒരു കറുത്ത ഓർമ്മ മാത്രം മതി. ഞങ്ങളൊക്കെ അർത്ഥനഗ്നായ ഫക്കീറിനെ ഈശ്വരനെ തുല്യം സ്നേഹിക്കുന്ന ഈ കുഞ്ഞ് ഗ്രാമത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്കെന്താ മഹാത്മാഗാന്ധിജിയെ പറ്റി പറഞ്ഞു? അർത്ഥനഗ്നായ ഫക്കീർ. അത് തന്നെ ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഈഗോയും വേണ്ടാന്നേ, ഒന്നും വേണ്ട. ഞാനിപ്പോൾ
എനിക്ക് കുറച്ച് കറക്കമൊക്കെ കറങ്ങണം. കറങ്ങിയാൽ പിന്നെ എപ്പോഴും നിങ്ങളെ കാത്ത് ഞാനിവിടെ വരുവാനില്ലാരും എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു. പക്ഷേ വരുവാനുണ്ട് ഒരുപാട് പേര്. അവരെ കാത്ത് എനിക്ക് ഇവിടെ ഇരിക്കണം. ഓരോരുത്തരെയും പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ ഇരിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ച ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അച്ചാച്ചി അണ്ണാണിയും കൂടെ വല അഴിക്കാൻ പോയിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല ആറ്റിൽ. മീനുണ്ട്, ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാനും കുഞ്ഞാൻ കൂടെ പോവാം. കിച്ചുവിനെ ഉണർത്തുന്നില്ല. ഉണർത്തണോ? ഉണർന്ന് കാണുമോ? വേഷമൊന്നും മാറാൻ നിൽക്കുന്നില്ല. നേരെ താഴത്തെ കടവില്ല, അങ്ങോട്ട് പോവാം. മുച്ചൻ വരുന്നില്ല. വാ പെട്ടെന്ന് വാ. ഞാനും കോക്കോയൊന്നുമില്ല. വാ ഓടി, നമുക്ക് പോവാവേ. ഉമ്മച്ച എങ്ങോട്ടാ? കൊണ്ടുപോകത്തില്ല. 5 എണ്ണം. ഇവരെ നമുക്ക് അപ്പുറത്തോട്ട് മാറ്റാം, തൊത്തിനും കമ്പനിക്ക്. അപ്പം അണ്ണാണി പറഞ്ഞു, ഇതിൻ്റെ പേരെന്തോ? തഴുതാമയോ? അണ്ണാണി പറഞ്ഞൊരു ഫ്രൈ പാനും അല്ല ഒരു ചീനച്ചട്ടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആയിട്ടോ നമുക്ക് ആറ്റുമുട്ടൊക്കെ ഇരുന്ന് വറക്കാം. ഞാൻ പറഞ്ഞു ഇത്ര രാവിലെ വേണ്ട. ഇത്ര രാവിലെ നമ്മൾ 7 മണിയായി. ഗേറ്റിനപ്പുറം വിടുവല്ലേ? കേട്ടാ ഇവൻ ഈ ഗ്യാപ്പിൽ കൂടെ പോവോ? പഞ്ചറാ? യാ പോടാ തിരിച്ച്. നീ റോഡ് കണ്ടിട്ടുമില്ല, നീ കാണുന്നുമില്ല. പോടാ അറിയ കിട്ടും. ദേ വാടി എടുക്കും. ഏതാ അത് വെച്ചും പോലും എന്നെ കുഞ്ഞിനെ വരട്ടണ്ട. പോട്ടെ. അവൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നോ? എൻ്റെ പുറകിൽ ഇരിക്കണ്ട, ഞാൻ കൊണ്ടുപോകുന്നില്ല. എൻ്റെ പുറകിൽ ഒളിക്കുന്നോ? പേടിയാടാ. അവിടെ കിടന്നോട്ടെ, അവിടെ കിടന്നോട്ടെ. വരുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. വരണ്ട കേട്ടോ, അവിടെ ഇരുന്നോ. ലോക്കൽ പോക്കാന്ന് മനസ്സിലായി. ഇത് ഗുണ്ട. അമ്മച്ചി പോയിട്ട് വരാം, അവിടെ ഇരിക്കണേ. ഒന്ന് നോക്കിക്കോ, കള്ളന്മാർ വന്നാൽ കുരയ്ക്കണേ. ഓട്ടം വല്ലതും ഉണ്ടോ? ഞാൻ മാന്തി വേണേ ഇറങ്ങി വരും. വന്നാൽ നിന്നെ വല്ലവരും എടുത്തിട്ട് പോകുമോനെ. ഇപ്പം നല്ല പച്ചപ്പായില്ലേ ഇവിടെ മൊത്തം. ഇതോ അതങ്ങോട്ട് നോക്കും, മരത്തേ നോക്ക്. മീൻ വണ്ടി വന്നല്ലോ രാവിലെ മീൻ വണ്ടി വന്നപ്പോൾ ഞങ്ങൾ മീൻ ചട്ടിയുമായിട്ട് ആറ്റിലോട്ട് പോവാ. വെയില് ഇങ്ങോട്ട് വാ. സ്പൈഡർമാൻ ഇങ്ങ് വാ. വേണ്ടാണി മറന്നുപോയി. മുണ്ട് മതിയോ? എടുത്തില്ല. ആ എന്നോട് പറഞ്ഞു ചേച്ചി, ഞാൻ കൊണ്ടുവരാഞ്ഞതാ. അച്ചാച്ചി വീട്ടിൽ ചെന്ന് വെട്ടാ. ചേച്ചി ഞാൻ വീട്ടിൽ ചെന്ന് വെട്ടിക്കോളാം. ശരിയാണ്. ഞാൻ മീൻ ചട്ടിയൊക്കെ ആയിട്ടാ വന്നേ. ആറ്റി നോക്കിയാൽ വേണമല്ലേ ഫോൺ വെച്ച് മീൻ പിടിക്കാൻ തോന്നുന്നു. ഇവിടെ താഴെ വേറെ കാല അഴിക്കുന്നുണ്ട്. സഹിച്ചാനും കിട്ടിയോ? ആ ഹാ എടാ കല്ലോങ്ങാലി ഉണ്ടെന്ന്. ഊരിലുണ്ടോന്ന് ചോദിച്ചടാ. കിട്ടുമ്പോഴേ അതങ്ങ് വെട്ടു. ആ വൈകിട്ടത്തേതാ പഴുക്കാതിരിക്കാൻ. സോനൊക്കെ എന്ന് പറഞ്ഞു ചേച്ചിനി? രാവിലെ വഴക്ക് കേട്ടിട്ട് നിൽക്കുന്നുണ്ട്. അത്ര സന്തോഷമില്ല. കുരുത്തക്കേട്, ഭയങ്കര കുരുത്തക്കേട്. ആ ചമ്മി നാണം കിട്ടു. ഞാൻ വീഡിയോ എടുത്ത് നാട്ടുകാരെ മൊത്തം കാണിക്കുകയും ചെയ്യും. മാമ വീഴുമ്പോൾ നമുക്ക് കൊടുക്കണേ. ഞങ്ങളുടെ പണ്ടത്തെ കുളിക്കട ഈ കിണറ്റിൻകര ഇരുന്ന് എന്തോരം കഥ പറഞ്ഞത്. എന്ത് മീൻ്റെ കഥ പറഞ്ഞു. ഇവിടെ വരെ വെള്ളം കോരാൻ വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്.
ഇവിടുന്ന് വെള്ളം തല ചുമന്നുകൊണ്ട് പോകുന്ന പോക്കിൻ്റെ അമ്മ എന്തും വേണ്ടി വെള്ളം വരും. അപ്പം ഇരിക്കുന്ന പോലെ ഇവിടെ ഇരുന്ന് കാണാം. അത് രാവിലെ കിട്ടിയ മീന് അല്ല, ഇന്നലെ വൈകിട്ട് കിട്ടിയ വലയല്ലേ, രാത്രിയിലെ കയറിയ മീൻ പഴുക്കും, അതിനെ പെട്ടെന്ന് അങ്ങ് വെട്ടുന്നത്. മീൻ വരുന്നതും കാത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. പിന്നെ ആ താടിക്ക് കൈ കൊടുത്ത് ആലോചിക്കും. സ്പൈഡർമാൻ്റെ കുഞ്ഞ്, പിന്നെ അപ്പ. അച്ചാച്ചിയോട് വരാൻ പറ, ഉറക്കത്തിൽ നിന്ന് കിളി പോയിരിക്കുക. അത് ആദ്യം കിട്ടിയ മീനാണ്. അത് ഇന്നലെ വൈകിട്ട് കയറിയെന്ന് അച്ചാച്ചി സംശയിക്കുന്ന മീനാണേ. തന്ത വൈബും മോൻ വൈബും കൂടെ ഒറ്റ കൈയല്ല, പിന്നല്ല. ഓമൽ കൺമണി ഇതിലെ വാ, കനവിൻ തിരകളിൽ ഒഴുകി വാ. ഓഹോ എൻ്റെ അച്ചയത്, ഓഹോ നിൻ്റെ അച്ചയത്. ഒന്ന് അപ്പയുടെ അച്ച, ഒന്ന് കിടുവിൻ്റെ അച്ച. കിടുവിൻ്റെ അച്ച ആരാ? പേരെന്തുവാ? അതിൻ്റെ പേരെന്തുവാ? അണ്ണാണിയോ? അപ്പയുടെ അച്ഛനാരാ? അച്ചാച്ചിയാണ്. അത്രയൊക്കെ തിരിച്ചറിയാനായി. അല്ലേ മീനുണ്ടല്ലോ. പഴുത്തോണ്ടാണേ? പഴുത്തു പോയോ? ഇത്രേ ഉള്ളോ? അല്ല ഞാൻ ചോദിച്ചു, ഇതാണോ ഇനിയുണ്ടോ പെറുക്കാൻ? അല്ല പറഞ്ഞ ഇതിനുണ്ട് പെറുക്കാൻ, ഇനിയുണ്ട്. ഇതാണ് കിട്ടിയ മീനുകൾ. മൊത്തം വെട്ടി ക്ലീൻ ആക്കിയാ കൂടുതലേ. ഇതാണ് ഒരു ചട്ടി കൊള്ളത്തില്ലെന്ന് പറഞ്ഞേ. അല്ല ഓക്കെ, ചട്ടിയിൽ ഞങ്ങൾക്ക് പെറുക്കണമായിരുന്നു. ഇനി വല കെട്ടിയിട്ട് ഏത് കാലത്ത് കിട്ടാൻ ടൈമില്ല. ഇനി വല കെട്ടിയിട്ട് എത്ര നേരം? ഈ കൈയിടല പിന്നെ കൈ മോനെ കഴുകാണ്ട് കൊള്ളൂല്ലോ നിന്നെ. ഇപ്പോൾ അവിടെ നിൽപ്പുണ്ടോ? മീൻകാരൻ പോന്ന പോക്ക് നോക്കി. മീൻചേട്ടനാ? നിതീഷേട്ടൻ ആരാ? നീ മീൻചേട്ടനോ? കുഞ്ഞമാമനാ? മോനെ ഇടിക്ക കൈ വെക്കാതെ കയറ്. ഓ സൂര്യൻ. എൻ്റെ മാൻകുട്ടിക്ക് ഇന്നലെ സ്പോട്ട് ഓൺ അടിച്ചു. ഇവൾ ഗർഭിണിയാട്ടോ, പക്ഷെ ഇവളെ പിടിക്കാൻ കിട്ടത്തില്ല. ഇന്നലെ ഒരു വിധത്തിലാണ് പിടിച്ചത്. പേടിയാ ചാട്ടിക്ക്. പാത്തനെ ഞാനുള്ളതുകൊണ്ടെല്ലാം ഇവിടെ കിടക്കുള്ളൂ. ഞാൻ എവിടെ പോയി ഇത്രയും ടീം എൻ്റെ പിന്നാലെ വരും. വേറെ ആരുടെയും പുറകെ പോകത്തില്ല. ഞാനും എൻ്റെ പരിവാരങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെ യാത്രയാക്കിയിട്ട് വരും. തിരിച്ചു വരുമ്പോൾ ഇതുങ്ങളുടെ എല്ലാം കൂടെ നിലവിളി. ഇന്ന് ബിസ്ക്കറ്റൊന്നുമില്ല, എല്ലാവരും ബിസ്ക്കറ്റിന് വേണ്ടി വന്ന് നിൽക്കുക. കിച്ചുവിനെ വിട്ട് മേടിപ്പിക്കട്ടെ അമ്മ ബിസ്ക്കറ്റ് മേടിപ്പിക്കട്ടെ പൊന്ന. ആരുടെ വാതിൽ മാതി പൊളിക്കുന്നേ? ആ ഇത് ജെറ്റോ. നിനക്ക് തന്നേല്ലയോ? തിന്നാനൊന്നും ഇവിടെ എടുക്കുന്നില്ല. എനിക്ക് നേരത്തെ ഇനിയും കൂട്ടി വരും ഞാൻ കേട്ടോ. ഇത് എടുത്തോണ്ട് പോകുന്നുണ്ടോ? ഇല്ല. ബക്കട് ദർശന പെല്ല. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ പട്ടികൾക്കും സ്പോട്ട് ഓൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വരുന്നത് വെച്ചാൽ ഒരു 3 മാസത്തേക്ക് ചെള്ള് വരത്തില്ല. ചെള്ള് കീടങ്ങളൊന്നും ഇതുങ്ങളെ ആക്രമിക്കത്തില്ല. നമ്മളെല്ലാം 3 മാസം കൂടുമ്പോഴും ചെയ്യും കേട്ടോ. ബ്രൗണി വാ. കൊടുക്കാറ് നമ്മളെ പാത്തൊന്നും തന്നില്ലേ പാത്തു? പിന്നെ എന്തുവാ ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഇതിൻ്റെ ടിപ്പ് ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് ആദ്യം ഇതിങ്ങൾക്ക് നക്കാൻ പറ്റാത്തടത്ത് ചെയ്ത് കൊടുക്കുക. തൊലിയിലോട്ട് ആദ്യം ഒരു തുള്ളി ഇവിടെ തൊലിയിലൊഴിക്കണം അല്ലേ? തൊലിയിലെത്തണം. രോമത്തിൽ വേറെ പട്ടിയൊക്കെ നക്കി കളഞ്ഞാൽ ഇതുപോലെ ചെയ്തിട്ട്
ഇവിടെ ശ്രദ്ധിക്കുക. എന്നിട്ട് ലാസ്റ്റ് തുള്ളി കൊണ്ട് ഇവരുടെ കഷത്തിൽ ഇങ്ങനെ തോലിപ്പുറത്ത് തൂത്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ബാക്കി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും തേച്ചാൽ മതി. ചെള്ളും വള്ളിയും എല്ലാ വള്ളിക്കേസും പോകും. പക്ഷെ 3 ദിവസം കുളിപ്പിക്കരുത്. 3 ദിവസത്തേക്ക് വരെ കുളിപ്പിച്ചാൽ പോയി. വെയിറ്റ് വെച്ചിട്ട് കേട്ടോ. ഹലോ, ഓ പട്ടിയുടെ വെയിറ്റ് വെച്ചിട്ടോ? ആ പട്ടിയുടെ വെയിറ്റ് ഉണ്ട്. ഏകദേശം വെയിറ്റ് വെച്ചൊക്കെ ചെയ്താൽ മതി. 10 മുതൽ 20 വരെയുള്ള കിലോയ്ക്ക് ഒരു ടൈപ്പാണ്. 10 കിലോ വരെ വേറൊരു ടൈപ്പ്, 20 കിലോയ്ക്ക് വേറൊരു ടൈപ്പ്. അപ്പൊ കളർ വ്യത്യാസം വരുമോ ഇതിന്റെ? കവറിന്റെ ഇതിന്റെ ഓരോ പാക്കറ്റിന് ഓരോ കളർ അത് വെച്ചിട്ട് അതിൽ എഴുതിയിട്ടുമുണ്ട്. ദർശനെ ഇന്നലെ ഉണ്ണിമായനെ കിട്ടിയ മാൻകുഞ്ഞില്ലേ ചെള്ളിനെയും കൊണ്ട് നടക്കുക പെണ്ണ. വേദനത്തിന്റെ പരിപാടിയൊന്നും ഇല്ല അതോ കേട്ടോ. ഈ പാത്തൂന് സഹിക്കുന്നില്ല കുഞ്ഞാ വേറെ പട്ടി എടുക്കുന്നേ. അന്നേരം തുടങ്ങിയ കുർത്തക്കേടാ. ബാക്കിയും കൂടെ തിരക്കില്ല. പാട്ട് പെണ്ണ് ഉമ്മിയുണ്ടോ? ഉമ്മി ഉമ്മിച്ചൻ ഈ ചുമന്ന പട്ടി കടിക്കാൻ പാത്ത് പിന്നാലെ നടക്കുന്ന നോക്കി കുഞ്ഞാവ് ആരാ എടുക്കുന്ന പോയി. സഹിക്കുന്നില്ല. മുമ്പേ ആ പട്ടി എടുത്ത് ബേത്ത് കയറി നിൽക്കുമായിരുന്നു. നമ്മൾ സഹിക്കുന്നില്ല. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ ആട്ടിപ്പായിക്കുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇതിന്റെ പേരെന്താ? ബ്രൗണി. ഇത് 40 മുതൽ 60. ഇത് ലൂക്കൊക്കെ നേരത്തെ 2 എണ്ണം മേടിക്കായിരുന്നു എൻ്റെ കുച്ചുവാവ്. ഇത്ര വലിയ ആൾക്കാർക്കില്ലാത്ത വിളക്കാണല്ലോ നിനക്ക്. എവിടെ ഇതിൻ്റെ തൊലി? കുറച്ച് ദിവസം കഴിഞ്ഞ് 40 കിലോടെ മേടിച്ചടിക്കാം. ഇതല്ലേ കഷ്ടി ചെള്ളിൻ്റെ വായിലോട്ട്. ഇവൻ്റെ മേത്ത് എന്ത് ചെള്ള. ടെൻറ്റ് കെട്ടി കഴിയുമ്പോൾ മഴ പെയ്യണേ എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മുടെ ഊഞ്ഞാലുള്ള സ്ഥലത്ത് എൻ്റെ ആഗ്രഹപ്രകാരം 4 പേരുടെ ടെൻറ്റ് ഉണ്ടാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നേ. അമ്മേ, എൻ്റെ കിടുവുണ്ടോ ഇവിടെ കിടക്കാൻ? അച്ഛ വിളിക്കത്തില്ലേ കുഞ്ഞിനെ? അപ്പയും കുഞ്ഞും കൂടെ കിടക്കാം, മാമൻ കിടക്കണ്ട അല്ലേ? അപ്പം അങ്ങോട്ട് വരട്ടെ. അവിടെയാണ് കിടക്കുന്നത് നമ്മൾ ടെൻറ്റിൽ. അപ്പം വന്നാൽ പിടിച്ച് കയറ്റുമോ അങ്ങോട്ട്? വരാവേ. ലൂക്കതോ അപ്പനെ പിടിച്ച് കയറ്റാനാ മോനെ? അപ്പ വരുന്നോളാടാ. അപ്പ വന്നോളാം മക്കളെ. വരുവാ. അയ്യോ, മിക്കവാറും ഇന്ന് എവിടെയെങ്കിലും മൂക്കും തട്ടി വീഴും. എൻ്റെ പൊന്നു പാത്തുവേ. ലിവർ ഫ്രൈ തിന്നാനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. ലിവർ ഫ്രൈ തിന്നാറാകുമ്പോൾ അപ്പം പറയാം. അപ്പം വരട്ടടാ വഴി. ഈ പാത്തു സമ്മതിക്കുന്നില്ല മിക്കവാറും. അവള് കുഴപ്പമില്ല, പോട്ടെ. അപ്പം എൻ്റെ കൈ പിടിച്ചാനാണോ? 1 മിനിറ്റേ. ആ കയ്യെ പിടിച്ചു. ഈ സ്നേഹത്തിൻ്റെ മുന്നിലാണ് ഞാൻ കീഴടങ്ങുന്നത്. നോക്ക ചേച്ചി എന്നെ പിടിച്ചോണ്ട് വരുന്നത് എൻ്റെ കുഞ്ഞ്. ഹായ്. മെത്തയ്ക്ക് പകരം കരിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ലൈറ്റ് ഉണ്ട്, നമ്മുടെ വീടുണ്ട്. ഓ, അത്യാവശ്യം മുളക് ഉടയ്ക്കാനുള്ള മുളകും ഉണ്ട്. കാന്താരി ഇതേലേ. എവിടാ ടെൻറ്റ് കെട്ടുന്നവർക്ക് പാട്ട് പാടി കൊടുത്തേ. ആ, എന്തോ ഒന്നും പാടാത്തേ. അപ്പ എപ്പോൾ വഴക്കുണ്ടാക്കി? കള്ളം പറയല്ലേ, കള്ളത്തരം പറയല്ലേ. എന്താ കള്ളത്തരം പറഞ്ഞ? ആ, കള്ളത്തരം പറഞ്ഞ കിടൂനെ. അയ്യോ, അത് പിടിച്ചില്ല, പറിക്കില്ല മക്കളെ. അയ്യോ ചെടി പാവല്ലേ, അത് കരയുന്നുണ്ട് വേദനിച്ചിട്ട്. അയ്യോ കിടിച്ചേട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേന്ന്. മാങ്ങ ചെടി പറിച്ചു കളയുന്നത് എന്തിനാ? എന്താണ് ഇവർ കാണിക്കുന്നത്? ആരാണ് എനിക്ക് കോപ്പിറൈറ്റ് വെക്കുന്നേ? ഓ കോനെ, കുറച്ച് മുന്നേ ആരോ പറയുന്നുണ്ടായിരുന്നു സാധനം കിട്ടിയായിരുന്നെ ഞാൻ തന്നെ പോയി അടിച്ച് റെഡിയാക്കിയേനെന്ന്. കീല് തുടങ്ങും, ചൂല് അവസാനിക്കും.
എന്താക്കളെ പൊട്ടിച്ച് ചോര എടുക്കുവോ? അച്ചാച്ചി അടിക്കും? ആരൊക്കെ അടിക്കും? കമ്പിളി നാരങ്ങ തലേ വീഴാണ്ടിരുന്നാ കൊള്ളാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുക ടെൻറ്റിൽ കിടക്കാം. ചേച്ചി മഴ പെയ്താൽ നനയോ ചേച്ചി? അതല്ല ടെൻറ്റ് കെട്ടിക്കഴിഞ്ഞ് സൈഡിൽ നിന്ന് കാറ്റടിച്ചില്ലെങ്കിൽ നനയോ? ഒരു ടാർപ്പയും കൂടെ കിട്ടിയാലോ? ഒരു ടാർപ്പയും കൂടെ ടെമ്പററി ആയിട്ട് കിട്ടിയാലോ? 4 തൂണുണ്ട് കേട്ടോ കുഞ്ഞാ. ഈ ഓ ആണോ? അയ്യോ അയ്യോ മഴ പെയ്യുന്നു എൻ്റെ പോ. അപ്പം മഴ പെയ്യത്തില്ല? ചുമ്മാ മഴ അങ്ങ് ഉണങ്ങിക്കോളൂ. അപ്പയ്ക്ക് പേടിയാ. പക്ഷേ ഈ വടി വെച്ച് ഇടി വെട്ടുമ്പോ അപ്പനെ സൂക്ഷിച്ചോളൂ എൻ്റെ കുഞ്ഞ്. അപ്പയ്ക്ക് പേടിയാ. അപ്പൊ അപ്പ കെട്ടിപ്പിടിച്ചിരിക്കുവോ? ആണോ? പുലി അടിക്കാനാ? ആരുടെ? പുലിയുടെയാ? അയ്യോ ആനയോ? ആന ഇവിടെ ടെന്റിന്റെ അകത്ത് കിടക്കുവോ? ഒരാളതേ വഴി തെറ്റി നടക്കുന്നു. എടാ ഉമ്മച്ചാ വാ ഇങ്ങോട്ട്. ഇല്ല തുണി അലക്കുവോ? എൻ്റെ മോൻ വഴി തെറ്റിപ്പോയോ? ബാ എടാ നിന്നോട് ആരാടാ ഇതിനകത്ത് വന്ന് ഇനിയിപ്പോൾ കരിയിലേക്കകത്ത് അങ്ങ് കുരുങ്ങും. അപ്പം ആത്തൂൻ്റെ പുറകെ പോയതായിരിക്കും. ഞാൻ നോക്കിയപ്പോൾ വഴി തെറ്റി ഇതുവഴി എല്ലാം നടക്കുന്നു. ആ ഒരു കറിവേപ്പും തൈയായി വരുന്നുണ്ട്. എടാ ഉമ്മച്ച ഇറങ്ങിക്കില്ല, നിന്നെ അതിനകത്ത് വെച്ച് പൊതിയും. കടിക്കുന്ന നോക്കി അവൻ കളിക്കുക. അവൻ വഴി തെറ്റി നടക്കുമായിരുന്നു. ആർക്കാ മോൻ? ഈ കുഴി കിടക്കുന്ന ഈ 2 വടി വെട്ടി. ആ ഒന്ന് ആനയ്ക്കും ഒന്ന് പുലിക്കുവാ? ആ ഓക്കെ. എന്നാ തെറ്റിയിട്ടില്ല. കെട്ടിക്കുക മഴയ്ക്ക് മുന്നേ. അല്ല മറ്റേ സൈഡോ? ഉമ്മച്ച ഇങ്ങ് വാ, അമ്മേൻ്റെ ഇത് വാ, ഇങ്ങ് വാ. അപ്പൊക്കോ ചെന്ന് താഴെ കുഴി ചാടല്. മകളുടെ ആഗ്രഹത്തിന് അച്ചാച്ചി, ഭാര്യയുടെ ആഗ്രഹത്തിന് കുഞ്ഞാവ, അപ്പയുടെ ആഗ്രഹത്തിന് കിടു. ആ ആ പിന്നെ എങ്ങനെയല്ലേ എൻ്റെ ശല്യം ഒഴിവാക്കാൻ കിച്ചു? ഇവിടെ ഒഴിച്ച് കാണിക്കുന്നേ. ആ അതാ കാണിക്കുന്ന നോക്കിയോ ഉമ്മച്ചൻ. ആ ഇതാണോ പുലി വരുമ്പോൾ പിടിക്കണ്ടേ? ഈ പാത്തുക്കുപ്പ വന്നാലോ? ഈ ഒന്നും ചെയ്യില്ല, പാവാ. മാമൻ്റെ പാത്തുവാ. പാത്തിനോട് നമ്മൾ ക്ഷമിച്ചല്ലേ? പുറത്തും കാണിക്കുന്ന സോക്കേട് നോക്കി അവൻ കളിക്കുന്ന നോക്കിയേ. വേണ്ട വേണ്ട അടിക്കില്ല, പാവാ പാവാ അടിക്കില്ല. നിന്നെ അടിക്കും ഞാൻ. അവനെ തടിച്ച അടിക്കല്ല കേട്ടാ, പാവല്ലേ അവൻ. എന്നാ പിടിച്ചോ, അവനെ അടിക്കല്ല. ഉമ്മച്ചൻ പാവല്ലേ. മിക്കവാറും ഈ മഴയത്ത് ഓടണ്ടി. ആ ശരി. പാത്ത് വെറുതെ ഇരിക്കുവാ. മാത്ത മഴ പോടാ. അയ്യോ മുള്ളു. പാത്ത് നനയാണ്ടിരിക്കുക. ആ ഞാൻ പറഞ്ഞപ്പോൾ ആദ്യമേ വന്നായിരുന്നെങ്കിലോ. മരിയ നമ്മൾ എവിടെ കയറി നിൽക്കും? മരു നനയാണ്ട്. അവർ നനഞ്ഞു കേട്ടോ. നമുക്ക് പോവാം. ബാ മഴ നനയാണ്ട്. ഉമ്മച്ച സ്വസ്ഥമായിട്ടിരിക്കുക. മഴയുടെ കീഴിലല്ലടാ, മരത്തിൻ്റെ കീഴിൽ. നമ്മൾ നനയത്തില്ലല്ലേ? അപ്പോഴ പൊന്ന് നിന്നോടാ. ഓ അത് കുഞ്ഞു കേൾക്കണ്ടേ? നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം. ലിവർ ഫ്രൈയും കൊണ്ട് വരാം. ആ ലിവർ ഫ്രൈയും കൊണ്ട് വരാം. ബാ ബാ
പോയിട്ട് വരാം. നമുക്ക് ഉമ്മച്ചനെ പാത്തുനെ കൊണ്ടുവിടാം. എന്നാ അവിടെ ഒന്ന് നനഞ്ഞു. ഇവിടെ എവിടെയോ താത്തിട്ടുണ്ടോടാ. ആ നമുക്ക് അതിനകത്ത് കയറാടാ. ഞങ്ങൾ അതിൽ കയറിയിരിക്കട്ടെ. അല്ല നനയാതിരിക്കാൻ. ഉമ്മച്ച നനഞ്ഞേ. ആ ആ ആ പിടിച്ചോ. ഇതിങ്ങോട്ട് വാടാ മൂച്ച. എന്നാ ദാ എൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെ മഴയും ഇറങ്ങി. അവനവിടെ വെറുതെ നിൽക്കുവാണോ കുഞ്ഞോ? എടാ വള്ളി കടിച്ച് പൊട്ടിക്കുന്നോ? ഉമ്മച്ചാടാ ഞങ്ങൾ പോവാ. ബാ പാത്തു വാ, നമുക്ക് വീട്ടിൽ പോവാ. പാത്തു വാ. പാത്തു ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയേ. ഞാൻ വരാം. ഇതിങ്ങനെ പിടിച്ചോ. ആ ഹോളിനകത്ത് കയറ്റി വരും. ഇത് പിടിച്ചു തരാം. നന്നാ കളിയാണെങ്കിൽ കയറാൻ ഇച്ചിരി പാടായിരിക്കും. നോക്കിക്കേ. ഇറങ്ങടാ ഇറങ്ങടാ. ഈ വള്ളി കുരുങ്ങോ? കറക്റ്റനെല്ലാം ഇട്ടേക്കോ ചേച്ചി. പാത്ത് മാറ. ആറ് നനയത്തില്ലേ. ബാ അകത്ത് കയറാം. അപ്പൊ പേടിച്ചടാ. കുറെ നേരം കൊണ്ട് തുടങ്ങി. അപ്പ പേടിക്കണ്ട. അടച്ചേക്കുവാ. ആ ഇത് അടച്ചിട്ടുണ്ടോ? ഇത് അടച്ചേക്കുവാന്നോ കുഞ്ഞാ? ആ ആ ആ മര കണ്ടു. കുറേ നേരമായി. അപ്പയപ്പ എൻ്റെ കുഞ്ഞ് പാവം. അപ്പം നനയല്ലേ അപ്പേ. ഇതേലാണോ പിടിക്കണ്ടേ? അപ്പോൾ വീഴാതിരിക്കാനാ? ഓ ശരി. ആ പാവം ഉമ്മച്ചോ. ആ അയ്യോ ആ കാറ്റടിക്കായിരുന്നോ? ഓക്കെ രാത്രി. ആ ആ ഡോക്ടർ ദീപ് വരുന്നുണ്ട്. നനഞ്ഞെണ്ണാണീ ഞങ്ങൾ നനഞ്ഞ് അതിനകത്ത് കയറാൻ തോന്നുന്നു. ആ ഇവിടെ നനഞ്ഞിട്ടില്ല. ആഹാ നനയാണ്ടിരിക്കാൻ നോക്കി സുന്ദരി വന്ന്. ആ ഇന്നത്തെ തലയാണ് ഇടുന്നു. ഫാൻ സെറ്റ് ചെയ്യുന്നു. സ്ലീപ്പ്. വേണ്ട ഇപ്പൊ ചെയ്തേ ഉള്ളൂ. കയറണം. ഇടം തുറന്നിട കിച്ചു. കിടു നമുക്ക് അകത്തിരിക്കാം. കിടു അകത്ത് കയറുന്നോ? സ്വർഗം. ആ ഇതും വന്നാ. ഇതാണ് സ്വർഗം. കിടു ചെരുപ്പുരിയോ? അതവന്റെ പടിയാ. അവിടെ അടുപ്പ് ഇരിപ്പുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞില്ല. ആന്ന് അല്ലടാ. അപ്പയ്ക്ക് പക്ഷെ അങ്ങ് പേടിയാ ഇടി മുഴങ്ങുന്നേ. ഇതാരമില്ലേ? പക്ഷെ അങ്ങ് പേടിയാ. ആണോ? അപ്പൊ പക്ഷെ പേടിച്ചങ്ങ്. എന്താ? ആ ഇടിവെട്ട് പേടിയാ അപ്പയ്ക്ക്. വേറെ അതെന്തുവാ? വേറെ കംപ്ലീഷനോ? ആണോ? മോന്റെ പാട്ട് ടീച്ചറിന്റെ പേരെന്തോ? മ്യൂസിക് ടീച്ചറിന്റെ ഭാഗ്യ ടീച്ചറോ? എന്തോ പഠിപ്പിച്ചിരുന്ന്?
കൊച്ചുള്ളിയോ? അത് പാത്തുവാ. എന്നാ പറഞ്ഞ ഇടി മുഴങ്ങുന്നുണ്ടോ? അപ്പൊ കേൾക്കുന്ന പോലെ കേട്ടോ, കുടുകുടൂന്ന് കേട്ടോ. ഹായ്, പായലിയല്ലേ? അടിഭാഗം തന്നെ പോയി. അതിന് അടി കൂടെ വെള്ളം കയറുമോ ചേച്ചി? ഒരിക്കലും ആരും ചവിട്ടി പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിട്ടേ കല്ലെല്ലാം ചവിട്ടി എടുക്കുന്നത്. ഇതിനടിയിൽ നിന്ന് വെള്ളം കയറിയാൽ ഇത് ഫെയിലാ. എടാ ഇടി മുഴങ്ങുന്നുണ്ടോടാ? എവിടെ കിടുവേ? അയ്യോ ഉമ്മച്ചൻ പാവം കരയുക. അവനെടുത്താത്തല്ലോ എന്നാ അവനെ വീട്ടിൽ കൊണ്ടുവിട്. ഒരു ന്യൂജനും മറ്റൊരു ന്യൂജനും കഷ്ടപ്പെടുന്നു. പാത്തു എന്തോ പാത്തു വെച്ചാൽ അച്ഛൻ എടുത്തോട്ട് ഒറ്റ ചാട്ടം. നമ്മളെ ടെൻറ്റ് അല്ല ലൂക്ക ഇന്ന് ഇവിടെ നിൽക്കാൻ സമ്മതിച്ചത് തന്നെ. ലൂക്ക അല്ലല്ലോ, യവന്മാരാണോ? ചെറുതാ. നമ്മുടെ ടെൻറ്റിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് ഇപ്പോൾ കാണുന്നത്. മഴച്ചാട്ടിലുള്ളതുകൊണ്ട് മുറ്റത്തിരിക്കണമെങ്കിൽ മുറ്റത്തോടൊരു ടെൻറ്റ് വേണം, എങ്കിലേ കാര്യമുള്ളൂ. ലൂക്ക, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് നീ സമ്മതിക്കുമോ? അതോ നീ ക്യാൻഡിൽ എടുത്തോണ്ട് ഓടുവോ? ഓ നീ തന്നെയാ അലക്കുന്നേ. എന്താ ഒരു ചിരി? എന്താ ഒരു ചിരി? അച്ഛനും മക്കളും കിച്ചു പുറകോട്ട് വയ്ക്കടാ കുഴിയിൽ. പത്തു ദേ ചേട്ടൻ വിളിക്കുന്നു, കിടിച്ചേട്ടൻ അല്ല കിടിച്ചേട്ടനെന്ന്. ദേ ലൂക്കച്ചേട്ടൻ വിളിക്കുന്നു. എല്ലാവരും ഉണ്ടോ ഇവിടെ? മഴയ്ക്കിപ്പോൾ തുണി ഇപ്പം നനയുമല്ലോ. മഴയുണ്ട് ഗൈസ്, മഴ. ഞങ്ങൾ ഈ മലയിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അവിടെ സ്റ്റേ ചെയ്യും. ഒരു കുരുത്തങ്കാട്ടിനെ കണ്ടോ? ഞാനേ നോക്കുന്നതെന്ന് അവന് മനസ്സിലായേ. ഉമ്മച്ചനോ? എൻ്റെ ഉമ്മച്ചനോ? കുശുംബികൾ എന്നോട് പേടിപ്പിക്കാൻ ചാടി നോക്കി. ഉമ്മച്ചൻ വന്ന്, ഉമ്മച്ചൻ വന്ന്. എവിടെയാ ഉമ്മച്ചൻ? ചെളിയുള്ള ഉമ്മച്ചൻ. ഓ എവൻ്റെ മുഖത്തെ അഴുക്ക് നോക്ക്. ഉമ്മച്ചൻ കുട്ടനാണ്, ഒരു കടിക്കുന്ന ഉമ്മച്ചനാണ്. എന്തിനാടാ ഇങ്ങനെ കടിക്കുന്നത് എല്ലാവരെയും? ഉമ്മച്ച ഉമ്മ ഉമ്മച്ച ഉമ്മച്ച അടിക്കുന്നു പിടിക്കുന്നു കടിക്കുന്നു. എന്താ ഇവൻ്റെ പ്രശ്നം? നോക്കണ്ട പക്ഷെ കടിക്കുന്നത്. ഒരു കുഞ്ഞിപ്പല്ല് 4, 3, 7 പല്ലുണ്ട് വായിൽ. ഉമ്മച്ചന് കുറച്ച് കളിപ്പാട്ടം മേടിച്ചു കൊടുക്കണം. ഞാൻ കളിപ്പാട്ടത്തിൻ്റെ ആളാണ്. സ്പൈഡർമാൻ ആയിരുന്നോ വന്നേ? ആരാന്നൊന്ന് കണ്ടു നോക്കാൻ. എന്നിട്ട് ചെലന്തിയാ? മിന്നുന്റെ അമ്മ അങ്ങനെ ചോദിച്ചോ മോനോട്? ആരാ ചോദിച്ചേ? ആദർശാണോ ചോദിച്ചേ? അതോ ആദർശിന്റെ അമ്മയോ? നീ എന്താ പറഞ്ഞു? ആദർശ് എന്തോ ചോദിച്ചേ മോനോട്? ആദർശ് എന്തോ ചോദിച്ചെന്ന് പറ. ഏത്? കടിച്ചില്ലടാ, കടിക്കുന്നതിന് മുന്നേ അല്ലറാ. അണ്ണാണി പിടിച്ചോണ്ട് വന്ന മീനാട്ടോ. അണ്ണാണി പിടിച്ചെന്ന് പറയുമ്പം കൂട്ടുകാരൻ, അതെ 5-ൽ 1 ഭാഗം കേട്ടോ, ഷെയറാ. 5 പേരിൽ ഒരാളുടെ. എന്നാൽ ഞാൻ വെട്ടിത്തരാം. എൻ്റെ പ്രിയപ്പെട്ട മീൻ ഇതാ. എനിക്ക് ഇഷ്ടമില്ല. ഇതാണ് കൂരികൾ. ഒരു വീശ 1.5 മണിക്കൂർ കൊണ്ട് കാണിക്കാൻ. പിന്നെ അവിടെ വീശ കിട്ടുന്നു. എന്തുവാടാ
അവനെ തുറന്നു വിട്ടാലോ. കുഞ്ഞാ ഞാൻ പോയിട്ട് 1 മണിക്കൂറായി കാണും. ഇല്ല ഞാൻ ഒറ്റയ്ക്ക് അല്ലെന്ന് വേറെ കാര്യം കേക്ക്. ഞാനൊരു 6 മണിക്ക് പോയി. ഞാനൊന്ന് നിന്ന് പെറുക്കേണ്ടി വരും. ഇതിലാര് വിട്ടു? ഇത് ഞങ്ങൾ ഉണക്കി. ഇവിടെ നോക്കി വീഡിയോയിൽ കാണില്ലേ. കുഞ്ഞാവേ അതാണോ ഇതിനാണ് ഭംഗി? ഇങ്ങോട്ട് അടിച്ചേ. അല്ല കമന്റ് ചെയ്യ് ഗൈസ്. അത് റഷ്യ അമേരിക്ക, ഇത് പാവം സോമാലിയ. 6 പേരെ വലിയ സൈന്യം. ഞാൻ മീൻ പെട്ടെന്ന് അറിഞ്ഞോ ചാച്ചി? പിന്നെ അതുകൊണ്ടാണോ? ഉണക്കാം. എടാ അതെല്ലാം പെറുക്കിയിട്. ഇതെല്ലാം പെറുക്കിയിട്. ദൈ മീനൊക്കെ പെറുക്കടാ. മീൻ വെട്ടാൻ പഠിപ്പില്ലേ? വെള്ളം കൂടി ചൂണ്ടിട്ട് അല്ലെന്ന് ഇത് പറഞ്ഞൊക്കെ തുറന്നു വിടല്ലേ. ഇവിടെ ഇതിനകത്ത് വന്ന് അലമ്പാക്കും. പിന്നെ എന്തായാലും ഓരോന്നോരോന്ന് എടുത്ത് ഉരയ്ക്കണം. ചെയ്യുമല്ലോ. ഉപ്പും ചാറും കൊടുക്കാം. അങ്ങനെ എല്ലാം കുളിപ്പിക്കാം. ഞാൻ ഒരു കയ്യില് ആ ഗ്ലൗസ് എടുത്ത് കളഞ്ഞു തരും. ഉപ്പിടുകണ്ട. പക്ഷെ ഇതുണ്ടല്ലോ വാർത്ത നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റ് വറുത്ത. ഇതൊന്നും അമ്മ 2 തേങ്ങയും കൂടെ തിരുമിക്കേ. ഏലരിയില്ലേ കുറച്ച് വറക്കണേ. അതായത് ഇത് പറഞ്ഞ കേൾക്കണമെന്നറിയോ? ഇത് വല കെട്ടിയേക്കുവാ, ഒന്ന് പറക്കിയിട്ട് എന്റെ ഏറ്റവും വലിയ എന്തറിയോ? അത് ഈ വലക്ക് 90% കീറലേ ആദർശ് ചുരുട്ടി കൂട്ടി വല ഇങ്ങനെ വട്ടത്തില് ചുരുട്ടിച്ചോക്ക്. അല്ലെന്ന് അത് പരിപ്പാടയില്ലയോ? അതിന്റെ തൊട്ടു പറയും ഒരടി പോലും വ്യത്യാസം. കാര്യം ഒന്നും ആരും ബോൾ ഇടത്തില്ല. ആരെങ്കിലും കാണുമെന്നും പറഞ്ഞു. അതിന്റെ തൊട്ട് ഒരടി കാണിച്ചാൽ ഞാനും വല കിട്ടി. എനിക്കും കിട്ടി 8 കിലോ മീൻ, അവനും കിട്ടി 8 കിലോ മീൻ. ഞങ്ങൾ രണ്ടും ഓരോ പാർട്ടികളെടുത്ത് അവിക്കാൻ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ വിവരം പറഞ്ഞു. ഞാൻ അത് പറഞ്ഞൊക്കെ താഴെ ജോസ്യാൻ വല ഇട്ടേക്കുവാ. അതേ ഒരു ഊപ്പ കയറിയിട്ടില്ല. അപ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള മീനാ കേട്ടോ. അപ്പയ്ക്ക് ഇങ്ങനത്തെ പൊടിമീനാ ഇഷ്ടം. അത് അച്ഛൻ്റെ അടുത്ത് കളഞ്ഞന്ന് മോനെ ആ കൂടിലൂടെ എടുത്ത് മനസ്സിലായി. നമുക്കിത് ഉണക്കാം. ഉണക്കാനോ? വേണ്ട ഉണക്കാം. ഒരു കാര്യം ഞാൻ വെട്ടിയിട്ട് നിനക്ക് അങ്ങ് തരാം. നീ പിന്നെ അങ്ങ് വരാ. എല്ലാവരും കൂടെ ഉണക്കാം. ഞാൻ ഉറച്ച് വൃത്തിയാക്കി തരുന്ന പാലും തലയും കളാം. അണ്ണാണി ഒന്നും കൂടി പോയി വീശി നോക്കണോ? വേണ്ട വേണ്ട. വെളുപ്പിനെ വാ. വെളുപ്പിനെ വിളിച്ചാൽ എണ്ണീറ്റ് വരാൻ ആരെങ്കിലും ഒരാളെ ഞാൻ അജാജി വിളിച്ച നമ്പർ. മോളെ ഇതേ മോട്ടർ അങ്ങോട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് പിടി കഴിഞ്ഞാൽ ഞാൻ പാർട്ടി കൂടെ കൂട്ടണം. കൂലിയൊക്കെ പറയും മാറ്റിക്കളാം. കോല എടുത്ത് മാറ്റി വരും. കോല നല്ലവണ്ണം എത്ര വല്ലാത്ത പറയാം. അച്ചാച്ചി ആദ്യം ഇത് നോക്കിയേ എന്താ ഇത് വെട്ടാൻ പറ്റുന്നുള്ളൂ. കളയരുതേ. ഇതിന്റെ പറ്റത്തിൽ ചെറുപ്പത്തിൽ കൂടെ രക്തം വന്നിരിക്കും. ആറ്റുമീൻ്റെ തലയും പാതി ആരെങ്കിലും കളയണം. അമ്മുമായിരിക്കും. അമ്മുമല്ല നല്ലന്റെ പുളി. ലിച്ചോ ഒരു കവറുമുണ്ട്. മതി ഉപ്പൊക്കെ ഇട്ട് ഭാര്യ ഇതിനകത്ത് ഇടരുത് കേട്ടോ. അത് ഉരച്ചിട്ടോ. ഒരു കാര്യം ചെയ്യും. മോന് ഏറ്റവും ഇഷ്ടമുള്ള പണി അച്ചാച്ചി പറയാം. ഒരു കോപ്പ ശകലം വെള്ളം എടുത്തുകൊണ്ട് ഇതിനകത്തോട്ട് ഒഴിച്ചൊഴിക്കുക. എന്തോ ചെയ്യാടാ എന്റെ ചൂണ്ടാലാ കിടക്കുന്നു. എടി കാത്തൂന് ഇവിടെ ഉമ്മച്ചനെ റൂമിൽ കയറ്റണ്ടേ. അടി മൊത്തം ചെളിയാ. ചൂണ്ട ഇട്ടാലേ ഇപ്പം ഡാന്ന് പറഞ്ഞു ഈ ചൂണ്ട ഒഴുകി എവിടെ ഇങ്ങോട്ട് കുറേ ഇച്ചിരി അന്തരം മതി. ഇല്ല ഇത് മതി. നിങ്ങൾക്ക് ഞാനും കിടും കൂടെ ഇതിന്റെ കുടലങ്ങിയാക്കട്ടെ. അവന് ഏറ്റവും ഇഷ്ടമുള്ള വെട്ടിക്കളഞ്ഞോളൂ ഓരോന്നായിട്ട്. എനിക്കത് എളുപ്പം. മിക്സ് ആക്കല്ലാണ്ട് ജലതിന്റെ പോവും ജലതിന്റെ പോവില്ല. ഇങ്ങനെ ഒന്ന് കിടന്ന് കഴിയുമ്പോൾ നല്ലോണം ക്ലീനാവും. ഞാനിത് വെട്ടി കുടല് കളയുമ്പോഴത്തേക്ക് കഴുകിയിട്ട് വേണം കുടല്. പോയി കിച്ചനെ ഒന്ന് ചിറ്റാറ് വിട്ടേക്കാം. കിച്ചൂനോടെ കാന്താരി പറിക്കാൻ പറയാം. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പണിയാണ് കാന്താരി. ഇതിനകത്ത് പച്ചമുളകിനെക്കാട്ടി ടേസ്റ്റ് കാന്താരിക്കാം. കാന്താരിയും കരിവേപ്പിലയും കുടമ്പ്. നമുക്കൊരു കാര്യം മോട്ടറിന്റെ പൈപ്പ് തുറന്ന് ഇവിടെ നല്ലോണം അടിച്ചു വിട്ടേ. അത് കഴിഞ്ഞിട്ട് വെള്ളമില്ല.
വെള്ളം അടിച്ചില്ല, അടിച്ചായിരുന്നോ? വെള്ളം തുറന്നു. ഞാൻ അടിച്ചായിരുന്നു. ഞാൻ ഒരു 40 മിനിറ്റ് അടിക്കാം. എന്നാൽ അത് മതി. ഇതിനെ എന്തോ ചെയ്യും? ഡെറ്റോളി കൊണ്ടുപോകുന്നത് ശബരിമലയ്ക്ക് ഇപ്പോൾ സീസണാണ്. ബ്ലീച്ചിങ് പൗഡറിനകത്തും കഴുകിയാലും. നിന്നെ കഴുകുന്ന കാര്യം പറഞ്ഞു, അല്ല മീൻ കഴുകുന്ന കാര്യം. മീൻ വൃത്തിയായി. നിന്നെ ചെയ്യണേല ഇതൊക്കെ ഇഷ്ടമുള്ള മേഖല കലോങ്ങല എന്താ വിഷയം? കയറുകൂടാ, അത് കുമ്പളിക്കൂടാ. അതുപോലെ ആ പഠിക്കലുണ്ടല്ലോ മേളി എന്നുള്ള ഇത്ര മീൻ ആദർശ് ബിബിന് എല്ലാ കൊച്ചുകാരുണ്ട്. നീക്കാട്ടി പകുതി പായമുള്ള പിള്ളേർ. ആരാ? പ്രസാദ്. പ്രസാദ് പോട്ടെ. പിന്നെ മറ്റേ പണി നിറക്കൻ അല്ലെന്നേ 90% കീറ പോലെ. അതെ, നാളെ വരത്തില്ല, ഇന്ന് കയറിയേ ഉള്ളൂ. പിന്നെ ഹോളി അല്ലയോ കേരളത്തിൽ മുടിഞ്ഞ ചെക്കിങ്ങ വന്ന് നീ അകത്ത് വിട്ടുപോയ എനിക്കാ പണി. അതുകൊണ്ട് ഒരു സാധനം, ഒരു ആൻസിന്റെ പാക്കറ്റ് പോലും നീ കൊണ്ടുവരരുത്. ഇവിടെ മുടിഞ്ഞ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് പറഞ്ഞു. ഓടിച്ചിട്ടാ പിടിക്കുന്നത്. ഭായിമാരെ ഭായൊന്നുമില്ല. ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് അണ്ണാണേ 75 കോടിയുടെ MDMA പിടിച്ചത്. അതായത് 38 കിലോ. ഇതിന് മില്ലിയില്ലേ, മില്ലിഗ്രാം വായിൽ വെച്ച് 24 മണിക്കൂർ കിളി പോവും. പിന്നെ ഇത് കിട്ടിയില്ല, ആരെ കൊന്നു അതിൽ പൈസ കൊണ്ട് അവരുടെ അടുത്തില്ല. ഞാൻ ആലോചിക്ക് 38 കിലോ ഒക്കെ ഉണ്ടല്ലോ, ഫുള്ള് കർണാടക സ്റ്റേറ്റ് മൊത്തം തിന്നാം. ഈ കുരുത്തം കെട്ടാൻ പോയാല് നിനക്ക് പകരം വേറെ നിനക്ക് കിട്ടൂല നിന്റെ സ്വഭാവത്തിൽ. അതുകൊണ്ടാണ് അയ്യോടി ഒരു അബദ്ധം പറ്റിയില്ലേ. കപ്പ ഏതാ മോനെടുത്തേ? ഇവിടുത്തെ നമ്മുടെ ചെറുളങ്കപ്പ. അതെ, ആര് കപ്പ അതാ നല്ലേ. ചന്തയിൽ എങ്ങും ഇപ്പൊ പച്ചക്കപ്പയില്ല. പാത്രം എടുത്തേ. കാപ്പിങ്ങെടുത്തേ. കിടുക കാപ്പിങ്ങെടുത്താ മാറ. അതല്ല എന്റെ പോലെ ഗ്ലാസ് അല്ല. ഉപ്പും ചാരമാണ് ഇപ്പൊ കഴുകി കളഞ്ഞോണ്ടിരിക്കുന്നത്. മാറേ എടാ കിടുവേ. ഇങ്ങനെ വരുമ്പോഴാ ഞാൻ മീനും പിടിച്ചു വെളുപ്പിനെ വരുമ്പോ അങ്ങ് ഉറങ്ങും. ഇതുപോലുള്ള മീനായിരിക്കും. ഒരു ബക്കറ്റോളം കാണും. സുധോന എന്തോ ഈ പതുക്കനെ ഇച്ചിരി വെട്ടിച്ച് കുറച്ച് കുഴിച്ചിടും. അതല്ലോ ഈ സാധനം ഒന്നും ഉണ്ടായിടാ, കയ്യാ മുള്ളു കയറൂടാ. എടാ ഞെക്കിപ്പിച്ചല്ലേ. നീ സഹായിക്കുക. എൻ്റെ കൂടെ നാട്ടി വരാൻ എന്തോ വെള്ളം വരുന്നു. ഇതിനെ കൂടെ കൊണ്ടുവരണം അവിടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവൻ എടുത്ത് ചിലപ്പോൾ ഇച്ചിരി 4 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് മുക്കരുത്. അത്രയാ അമറാവറ. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ പോരെ, എൻ്റെ കുഞ്ഞോട് പറഞ്ഞാൽ മനസ്സിലാകുന്നു. ഇന്ന് എനിക്കൊരു കാര്യം അറിയാം. എൻ്റെ ഫോൺ ചുമ്മാ ഇങ്ങോട്ട് എടുത്താച്ചേ. പ്രതീഷ് മാമ, ഈ അച്ചാച്ചി വെറുതെ എൻ്റെ ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് പോവാം. അച്ചാച്ചിക്ക് 2 അടിയും കൊടുത്ത് പിച്ചും കൊടുത്ത്. അടുത്ത കുഞ്ഞാവ എന്നോട് ഭയങ്കര വഴക്കാം. 1-2 കൊടുത്ത് കാര്യമായിട്ടാ ഫോൺ എടുത്താ ചുമ്മാ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ദീപ്തി സുലഭ വാവോ കേട്ടോ. എന്നിട്ട് കിച്ചുവിനും ദീപ്തിനാ പറഞ്ഞു, അപ്പേന്നൊന്നും പറയത്തില്ല. എന്നിട്ട് കിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പോലീസ് മാമ ഇവിടെ വെറുതെ ഒരു അച്ചാച്ചി ഉണ്ട്. എന്നെ അങ്ങ് വഴക്ക് കിട്ടുക. നീ ഉപ്പിടല്ലേ. ഇത് മീൻതോരനാണ്. എനിക്ക് ചാറ് പോലെ വേണം. പക്ഷേ ഇളക്കുമ്പോൾ ഇങ്ങനെ ചാറായിട്ട് കാണൂല, നല്ല പീര തന്നെയാണ്. പക്ഷേ അവരെ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം മരുന്നൊന്നും അടിച്ചതല്ലല്ലോ, ഫ്രഷ് സാധനമല്ലേ, നല്ല ടേസ്റ്റാണ്. പണ്ടൊന്നും എനിക്കിങ്ങനെ മീൻതോരൻ ഇഷ്ടമില്ലായിരുന്നു, മീൻ പീര. പക്ഷേ ഇപ്പം എനിക്കത് മാത്രമേ ഉള്ളൂ ഇഷ്ടം. ഇത് നല്ല ചൂട് കപ്പയും കൂടെ തിന്നുമ്പോൾ ഉണ്ടല്ലോ. ആയി നമ്മുടെ തന്നെ കപ്പ. ഈ മീനിൻ്റെ പ്രത്യേകത അറിയുമ്പോൾ നമ്മുടെ തേങ്ങ, നമ്മുടെ കറിവേപ്പില, നമ്മുടെ വെളിച്ചെണ്ണ, നമ്മുടെ ആറ്റിലെ മീൻ, ഇതിലാലൊന്നിലും മായമില്ല. നമ്മളെ വീട്ടിൽ പൊടിച്ച മുളക് ഒരുമാതിരിയല്ല, നമ്മുടെ ഇഞ്ചി എല്ലാം ഏകദേശം നമ്മുടെ തന്നെ ഉള്ളതാണ്. നമ്മുടെ വീട്ടിലെ മഞ്ഞൾപ്പൊടി, ഇതേ വറുത്ത മീൻ വേറെ എവിടെയൊക്കെ അമ്മ അടച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ മീൻ പിടിക്കാൻ പോയേക്കും. അപ്പോൾ അവർ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ. എല്ലാം കൂടെ കിലിക്കൊണ്ട് വരുന്നുണ്ടേ. ഈ സ്റ്റെപ്പ് സിസ്റ്ററും ബ്രദറും കൂടെ ഉള്ള അടിയുണ്ടല്ലോ. കൊടുക്കടി ഉമ്മച്ചന് കളിക്കാൻ. എൻ്റെ ജാനു കൊക്കടി ജാനു. ഉമ്മച്ചൻ പാവമല്ലേ, എടി കൊടുക്കടി, എടി കൊടുക്കടി, എടി കൊടുക്കടി പെണ്ണേ. അമ്മേൻ്റെ പാത്തു ഞാൻ വന്നേ. ജാനിൻ്റെ കുശുമ്പ് വന്നോണേ. അമ്മേൻ്റെ ഉമ്മച്ചനിഞ്ഞ് വന്നേ. ഉമ്മച്ചനെ. ഓ എൻ്റെ തള്ളച്ചി ഉമ്മ. ജാനിൻ്റെ കുശുമ്പ് നോക്കി അവൾ അതും കൊണ്ട് വന്നേ. ഭയങ്കര കുശുമ്പിയാണ്. അപ്പോൾ ചെള്ളിൻ്റെത് പോകാൻ വേണ്ടിയിട്ട് സ്പോട്ടോൺ അടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഈ സ്പോട്ടോൺ അടിച്ചാൽ 3 ദിവസം കുളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മണ്ണുള്ളത് ദേഹത്തിരിക്കത്തേ ഉള്ളൂ.